ബിഗ് ബോസ് മലയാളം സീസൺ 7 മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ലൈവിനകത്ത് നടന്നത്. മോർണിംഗ് ആക്ടിവിറ്റിയുടെ അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരെ പറ്റിയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാം. ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ റോൾ മോഡലായിട്ടും പിന്നെ വേറൊരാളെ നമ്മൾ ആവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കും പറയണം. ഇതായിരുന്നു ടാസ്ക്. രണ്ടുപേരെ വന്നു നിന്ന് പറയണം. അപ്പോൾ ജിസയിൽ ആദ്യം തന്നെ വന്നു നിന്നിട്ട് റോൾ മോഡലായിട്ട് കാണുന്നത് അനീഷിനെയാണ്. അനീഷിനെ പോലെ ആവണം എന്നാണ് പറയുന്നത്. അനീഷ് ആ ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിലും പിന്നെ രാവിലെ എണീറ്റ് എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരുപാട് ചെറിയ കാര്യങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണ് അനീഷ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അനീഷിൽ നിന്ന് എടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് ജിസയില്. പിന്നെ നെവിനെ പോലെ ആവണ്ട എന്ന് പറയുന്നുണ്ട്. നെവിൻ സെൽഫിഷ് ആണ്. നെവിന്റെ ഫ്രണ്ട്ഷിപ്സ് ഒന്നും ഇതുവരെ കണ്ടിന്യൂ ആയി ലാസ്റ്റ് ചെയ്യാറില്ല എന്നുള്ള രീതിയിലൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. നെവിനുമായിട്ട് ഫൈറ്റ് ആണല്ലോ. പിന്നെ അനീഷ് വന്നു നിന്നിട്ട് ആര്യനെ പോലെ ആവണമെന്ന് പറയുന്നുണ്ട്. സ്പോർട്സ്മാൻ ആയതുകൊണ്ട് ആര്യനെ പോലെ ആവണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്രദറും പറഞ്ഞിരുന്നല്ലോ ആര്യനെ പോലെ ആവാൻ ആഗ്രഹമുണ്ട്, സ്പോർട്സ്മാൻ ആവാൻ ആഗ്രഹമുണ്ടെന്നാണ് അനീഷ് പറഞ്ഞത്. പിന്നെ അനിമോളെ പോലെ ആവണ്ട എന്ന് പറയുന്നുണ്ട്. ആക്ടിങ് നല്ലൊരു ആക്ട്രസ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഡ്രാമയാണ് കാണിക്കുന്നത്. കുക്കിംഗ് അറിയാന്നുള്ള അഹങ്കാരം കാണിക്കുന്നുണ്ട്. എല്ലാവരും അടിമകളാണ്. പിന്നെ പ്ലാച്ചിയെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കഴിവുണ്ടെങ്കിൽ അത് കഴിവ് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് വന്നു നിന്നിട്ട് സാബുമോനെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. പിന്നെ റിയാക്ട് ചെയ്യാതെ കൂളായിട്ട് കാമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അക്ബറിനെ പോലെ ആവണ്ട എന്ന് പറയുന്നുണ്ട്. മുതലെടുപ്പ്, വളച്ചൊടിക്കൽ, കഴുകൻ, ശവന്തീനി, സ്വാർത്ഥ താല്പര്യങ്ങൾ, സ്ഥിരം ഡയലോഗ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ സാബുമാൻ വന്നു നിന്നിട്ട് ആര്യനെ പോലെ ആവണം എന്നാണ് പറഞ്ഞത്. എല്ലാത്തിലും കീറി ഇടപെടാനും പിന്നെ ആ ഒരു തൊലിക്കെട്ടിയും കോൺഫിഡൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ സാബുമാൻ പറയുന്നുണ്ട്. പിന്നെ നെവിനെ പോലെ ആവണ്ട, നെവിൻ പരദൂഷണമാണ്, പ്രഹസനമാണ്, ബാക്ക് സ്റ്റാബിംഗ് ആണെന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട്. പിന്നെ നെവിൻ മുന്നോട്ട് വന്നിട്ട് ഷാനവാസിനെ പറ്റി വലിയൊരു സ്പീച്ച് തന്നെ ഞങ്ങൾ അടിച്ചു കേട്ടോ. ഇത്രയും വലിയൊരു താരപരിവേഷമുള്ള ഒരു മഹാനടൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടനെ പറ്റി പറയുന്ന പോലെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവിടെ വന്ന് ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്നു. എനിക്ക് കണ്ടിട്ട് ചിരി വന്നു കേട്ടോ. പിന്നെ ജിസേലിനെ പോലെ ആവണ്ടാന്ന് നെവിൻ പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പറഞ്ഞത്. ഇവിടെ കാണിക്കേണ്ട ഒരു സാധനം അല്ല ഹ്യൂമാനിറ്റി. ആലു പൊറോട്ട കൊടുത്തിട്ടല്ല ഹ്യൂമാനിറ്റി ഉണ്ടാക്കേണ്ടത്. ഞാൻ വളച്ചൊടിക്കും, മാനിപ്പുലേറ്റ് ചെയ്യും, പലതും പറയും, എന്നെ വിശ്വസിക്കരുതെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മി വന്ന് വന്നിട്ട് ബിന്നിയെ പോലെ ആവണം, ബിന്നി ലക്ക് ഫാക്ടർ കൊണ്ടല്ലാതെ ഹാർഡ് വർക്ക് കൊണ്ട് ആണ് ഇത്രയും ഗ്രാഫ് ഉയർത്തിയത്, ഇൻസൾട്ട് ആണ്, എൻകറേജ്മെന്റ് എന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിനെ പോലെ ആവണ്ട, ഷാനവാസിന് മാനേഴ്സ് ഇല്ല, റൂഡായിട്ട് പെരുമാറുന്നു, തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനിമോള് മുന്നോട്ട് വന്നു നിന്നിട്ട് നിങ്ങൾ ആരെപ്പോലെയും എനിക്ക് ആവണ്ട, നിങ്ങൾ ആരെപ്പോലെയും എനിക്ക് ആവണ്ട, എനിക്ക് ഇങ്ങനെ ഒരു ടാസ്ക് തന്നത് കൊണ്ട് മാത്രം ഞാൻ നെവിന്റെ പേര് പറയുന്നു. നെവിന് ഒരു 5% ഉണ്ടെങ്കിൽ അത് നെവിനെ പോലെ ആയാൽ മതി. തമാശയ്ക്ക് തമാശ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്, ഫണ്ണിന് ഫണ്ണ് കൊടുക്കുന്നുണ്ട്. പിന്നെ അനീഷിനെ പോലെ ആവണ്ട, അനീഷ് സെൽഫിഷ് ആണെന്ന് അനിമോള് പറയുന്നുണ്ട്. പിന്നെ നൂറ വന്ന് നിന്നിട്ട് അനീഷിനെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട്. വന്ന സമയത്ത് റൂഡ് ആൻഡ് ടഫ് ആയിരുന്നു, ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, മണ്ടത്തരാണെങ്കിലും പൊട്ടത്തരാണെങ്കിലും എല്ലാം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് എന്നൊക്കെ നൂറ പറയുന്നു. പിന്നെ അക്ബറിനെ പോലെ ആവണ്ട, അക്ബർ വളച്ചൊടിക്കൽ കിങ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ബർ മുന്നോട്ട് വന്ന് നിന്നിട്ട് ബിന്നിയെ പോലെ ആവണം, ബിന്നിയുടെ കുത്തിത്തിരിപ്പ് മാറ്റി നിർത്തിയാൽ ഗ്രാഫ് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഷാനവാസിനെ പോലെ ആവണ്ട, ഷാനവാസ് തെറ്റ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യില്ല, ചെറിയൊരു മെയിൽ ഷോവിനിസം ഉണ്ട്, കള്ളെന്ന് വിളിച്ചാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, സെവൻസ് ഫുട്ബോളിലെ കുത്ത്, പിന്നെ മാസ് കാണിക്കല്, മീശ വിരിക്കൽ, അങ്ങനെ അക്ബറിന്റെ സ്ഥിരം ഡയലോഗ് ഒക്കെ തന്നെയാണ്. ഇവര് രണ്ടുപേരും തമ്മിൽ ഉള്ള ആ ഒരു തുടക്കം പോലുള്ള ഗെയിം തന്നെയാണ്. പിന്നെ അക്ബർ ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയുന്നുണ്ട്, നമ്മള് മുന്നിൽ കാണുന്ന അനാസ്ഥകൾ നമ്മള് അതിൽ ഇടപെടണം, ഇടപെട്ടിട്ട് അത് പുറത്തേക്ക് എത്തിക്കണം. അങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം സാബുമോൻ ഇരിക്കുന്ന പോലെ നമുക്ക് ഇരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സാബുമോനിട്ട് ഇടയ്ക്ക് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒനിയില് മുന്നോട്ട് വന്ന് എന്നിട്ട് ആര്യനുമായിട്ട് ഇന്നലെ ഫൈറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പൊ ആര്യനെ പോലെ ആവണം, ആര്യനെ പോലെ ഉളുപ്പില്ലാത്തവനാവണം, അവനെ പോലെ എനിക്ക് ഉളുപ്പില്ലാത്തവനാവണം, ഇങ്ങനെ പോയി ഫുഡ് എടുക്കാനും തോന്നിവാസം കാണിക്കാനും അവനെ പോലെ ഉളുപ്പില്ലായ്മ വേണം എന്നൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറയുന്നത്. പിന്നെ ലക്ഷ്മിയെ പോലെ ആവണ്ട എന്ന് പറയുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കുക, പിന്നെ കമന്റ് സെക്ഷനിൽ അടി തുടങ്ങുന്നവരെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്, ഇൻഫ്ലുവൻസർ ആണല്ലോ അപ്പൊ അത് വെച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ആദില ആര്യനെ പോലെ ആവണം, കോൺഫിഡന്റ് ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ആര്യനെ പറ്റി. പിന്നെ ലക്ഷ്മിയെ പോലെ ആവണ്ട, കുലസ്ത്രീ ആവണ്ട എന്ന് പറയുന്നുണ്ട്. ഭയങ്കര ഡിസ്ക്രിമിനേഷന്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്ത ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആര്യൻ മുന്നോട്ട് വന്നു നിന്നിട്ട് സാബുമാനെ പോലെ ആവണം, പീസ്ഫുൾ ആവണം, കാം ആവണം, ആ ഒരു സമാധാനവും ഒക്കെ സാബുമാനെ പോലെ വേണമെന്ന് ആര്യൻ പറയുന്നുണ്ട്.
പിന്നെ ഒനീലിനെ പോലെ ആവണ്ട എന്ന് പറയുന്നുണ്ട്. ഒനീലിന്റെ ഈ ഒരു സംസാര ശൈലി രീതി ഒന്നും ആര്യന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇന്നലെ ഫൈറ്റ് ചെയ്തത് കൊണ്ടും ഒനീലിന്റെ പേര് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റി കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നെവിനും ജിസയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങിയത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അതേപോലെ തന്നെ ഷാനവാസ് വന്നു നിന്നിട്ട് അനീഷിന്റെ പേര് പറയുന്നു, അനീഷ് വന്നു നിന്നിട്ട് ഷാനവാസിന്റെ പേര് പറയുന്നതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ആദിലാനൂറയും അനീഷിനെ ഷാനവാസിന്റെ ഒക്കെ പേരായിരിക്കും പറയുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ അപ്പൊ അങ്ങനെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ടുള്ള ഒരു വെറൈറ്റി ടാസ്ക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത പേരുകൾ അവിടെ പലരും പറയുന്നതായിട്ട് കേട്ടു. ആര്യനും ഒനീലും തമ്മിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് നടന്നതുകൊണ്ട് അത് ഇതിനകത്ത് റിഫ്ലക്റ്റ് ആയി. അപ്പൊ ഇങ്ങനെ ഈ ഒരു മോർണിംഗ് ടാസ്ക് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞൊരു മോർണിംഗ് ടാസ്ക് തന്നെയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.